സബ്ജക്റ്റിൽ പൊട്ടിയില്ലേ സാറില്ല തോൽവിയൊക്കെ അങ്ങനെ തന്നെ അല്ലേ. എല്ലാവരും ഇപ്പോൾ ജയിച്ചാൽ അങ്ങനെ ഉണ്ടാവും, എല്ലാവരും കളക്ടർ ആയാലും ഇപ്പം എങ്ങനെ, എല്ലാവരും ഡോക്ടർ ആയാലും എങ്ങനെ. ഒരു കുട്ടി എനിക്ക് ജനുവരി 4-ാം തീയതി ഒരു മെസ്സേജ് അയക്കാണ്, സാറേ ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല, നാളെ എക്സാം പേപ്പറൊക്കെ കിട്ടും. എടാ എനിക്കൊന്നും A+ ഉണ്ടായിട്ടില്ല, ഞാനൊന്നും ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിട്ടില്ല. തലങ്ങനെ താഴ്ത്തിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ലോകം കണ്ടവരാണ്, ജീവിതം കണ്ടവരാണ്, നിങ്ങൾക്ക് എന്തിനേയും തരണം ചെയ്യാൻ പറ്റും. ഹൈ മക്കൾസ്, എക്സാം പേപ്പറൊക്കെ കിട്ടിയില്ലേ? നിങ്ങളൊരൊറ്റ കാര്യം ചെയ്യണം, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്, നിങ്ങൾക്ക് പേപ്പർ കിട്ടിയതിൽ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ പാരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്കുള്ളതല്ല. ഇനി പാരൻസിൻ്റെ മുന്നിലേക്ക് ഈ ഫോൺ കൊണ്ടാണെങ്കിൽ അങ്ങനെ. ഇനി നിങ്ങളുടെ സമയമല്ല, നിങ്ങൾ ജസ്റ്റ് മാറി നിൽക്കോ അല്ലെങ്കിൽ കൂടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, പാരൻസ് നിർബന്ധമായിട്ട് കേൾക്കണം. ഒരു കുട്ടി എനിക്ക് ജനുവരി 4-ാം തീയതി ഞായറാഴ്ച എനിക്കൊരു മെസ്സേജ് അയക്കാണ്, സാറേ ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ കുറച്ച് ദിവസത്തിന് ശേഷം ഇത്ര മടിയനാണ് നീ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മടിയൊന്നുമല്ല, ഞാൻ സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ എക്സാം പേപ്പറൊക്കെ കിട്ടും. എൻ്റെ ഉമ്മ ടീച്ചറിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഫിസിക്സിൻ്റെ ടീച്ചറിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അടുത്ത എക്സാമിൽ 40-ൽ 38 മാർക്ക് വാങ്ങുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 40-ൽ 38 മാർക്ക് ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വരണ്ട എന്നുള്ള കർശനമായിട്ടുള്ള ഇത് തന്നിട്ടുള്ളതാണ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് മാത്രം എന്താ, ഒരു 38-ൽ 37 എന്താ കുഴപ്പം, ഇനി 37 അല്ലെങ്കിൽ ഇപ്പോൾ 0 മാർക്ക് കിട്ടി. പക്ഷെ എന്താണ് കുട്ടീനോട് വരണ്ടെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ശരിക്കും അത് പാരൻറ്റിന് ഒരിക്കലും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ പാരൻറ്റിന് ഏറ്റവും ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ രക്ഷിതാക്കൾക്കുള്ളൊരു പ്രശ്നമുണ്ട്. പ്രശ്നമാണോ അല്ലോ എന്നുള്ളതല്ല, ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ നിങ്ങളുടെ കാലിബർ വെച്ചിട്ടല്ല നിങ്ങൾ വാക്ക് കൊടുക്കുക, നിങ്ങളുടെ കുട്ടികളെ വെച്ചിട്ട് എപ്പോഴും പറയും ഇവൻ ഫസ്റ്റ് വാങ്ങും, ഇന്ന് അടുത്ത് നോക്കിക്കും ഇവനായിരിക്കും ക്ലാസ്സിലെ ടോപ്പർ, അടുത്ത് നോക്കിക്കും ഇവനായിരിക്കും 1-ാം റാങ്കുകാരൻ, എന്നിട്ട് അവരെങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങളിത് കേൾക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഏകദേശം വയസ്സ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് 35, 40, 45 വയസ്സായിരിക്കും. നിങ്ങൾ ലോകം കണ്ടവരാണ്, ജീവിതം കണ്ടവരാണ്, നിങ്ങൾക്ക് എന്തിനേയും തരണം ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു 15 വയസ്സുകാരൻ്റെ അവസ്ഥ എടുക്കുക, 15 വയസ്സുകാരിയുടെ അവസ്ഥ എടുക്കുക. ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ കയ്യിലേക്ക് പേപ്പർ കിട്ടും. അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് എന്താ, നാളെ സ്കൂളിൽ പോയാൽ പേപ്പർ കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ പേപ്പർ കിട്ടൂലല്ലോ. അപ്പോൾ എനിക്ക് ഒരു ദിവസം കൂടി വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാമല്ലോ. വീടെന്ന് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ എല്ലാമാണ്. അത് കഴിഞ്ഞിട്ടുള്ള അവനക്ക് ടീച്ചറുള്ളൂ, അവനക്ക് ഫ്രണ്ട്സുള്ളൂ, അവനക്ക് നാട്ടുകാരുള്ളൂ. ആ നിങ്ങളുടെ എല്ലാമായ നിങ്ങൾ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെന്നുള്ള ഒരു ശത്രുവെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച്, അതായത് 15, 14 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ്, ഏത് ക്ലാസ് ആവട്ടെ, അവരുടെ ഉള്ളിലേക്ക് നിങ്ങളെന്ന ശത്രുവിനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളെന്ന മദർ എന്നുള്ള പൊസിഷനെ നിങ്ങളെന്ന എനിമിയാക്കി മാറ്റാണ്, നിങ്ങളൊരു ശത്രുവായി മാറാൻ. ഇത് എല്ലാ കാലത്തും ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കും. ഇനി സ്കൂളിൽ പോയൊരു കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിൽ പേപ്പർ ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകളായിട്ട് ഇങ്ങനെ കിട്ടും, അത് സ്വാഭാവികമാണ്, അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അവിടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം എത്തി ആ ഗേറ്റ് ഇങ്ങനെ നിങ്ങളിങ്ങനെ തുറന്നേക്ക് വരുമ്പോൾ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ടാവും ഏതൊക്കെ പേപ്പർ കിട്ടി, സ്കൂളിലത്തെ ടീച്ചർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന പേപ്പറൊക്കെ കിട്ടി, പേപ്പറൊക്കെ കാണിക്കും. ഇതായിരിക്കുമല്ലോ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവല്ലേ. ആ കുട്ടിയെ സംബന്ധിച്ച് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഷുവറാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തോന്നൂല, ഉറപ്പായിട്ടും തോന്നൂല. കാരണം എനിക്കറിയാം പല കുട്ടികളുടെ മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ എന്നോട് പറയാൻ പറ്റിയ പല കാര്യങ്ങൾ പോലും നിങ്ങളോട് പറയാൻ പറ്റില്ല. അതായത് ഞാനെന്ന് പറയുന്നത് സെക്കൻഡറിയാണ്, ഞാൻ അവരെ ചിലപ്പോൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. പക്ഷെ എന്നോട് വന്നിട്ട് പറയുന്നുണ്ട് പല കുട്ടികളും, നാളെ എക്സാം പേപ്പർ കിട്ടും സാറേ, ഞങ്ങൾ ആ പേപ്പർ വാങ്ങിയിട്ട് എങ്ങനെ പോകും, ഞാൻ പ്രതീക്ഷ കൊടുത്തു, മാർക്ക് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം, ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ലല്ലോ, ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ക്ലാസ് അവസാനിക്കുന്നില്ലല്ലോ, സമയമുണ്ട്, ദിവസം കൊണ്ട്. ഇനിയിപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു നിൽക്കാൻ ഞാൻ എൻ്റെ A+ൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞെടുത്ത്, എടാ എനിക്കൊന്നും A+ ഉണ്ടായിട്ടില്ല, ഞാനൊന്നും ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിട്ടില്ല, ഞാനൊന്നും ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നില്ല, ഇങ്ങനെ ആശ്വസിച്ചു. പക്ഷെ ഞാൻ ഇത്രത്തോളം ആശ്വസിക്കുന്ന കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന പാരൻറ്റ് ജസ്റ്റ് ഒന്ന് അവരോട് പറയാൻ വേണ്ടി, എടാ നാളെ പേപ്പർ കിട്ടും, നീ ആ പേപ്പറും കൊണ്ട് പോരാടാ അങ്ങോട്ട്, എത്ര മാർക്കാണെങ്കിലും എന്താ. എന്നിട്ട് നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അവർ ഗേറ്റ് ഇങ്ങനെ തുറന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയാം. സ്കൂളൊക്കെ 10-12 ദിവസം ഇല്ലാതിരുന്നു, എവിടേക്കൊക്കെയാണ് ഫ്രണ്ട്സ് പോയത്, വെക്കേഷനൊക്കെ അവരെങ്ങനെയാണ്, ഫ്രണ്ട്സിനൊക്കെ കണ്ടോ, എന്താണ് പുതിയ വിശേഷങ്ങൾ പറ. ഇവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ബള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളോട്. പക്ഷേ അവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി,
ഗേറ്റ് കടന്നു വരുമ്പോൾ ചിലപ്പോൾ 5-ാം തീയതിയും 6-ാം തീയതിയൊക്കെ ആയിട്ടാണ് എക്സാം പേപ്പർ കിട്ടുക. ഗേറ്റ് ഇങ്ങനെ തുറന്നു വരുമ്പോൾ അവരിങ്ങനെ തല ഇങ്ങനെ താഴ്ത്തിയായിരിക്കും വരുന്നത്. സ്ഥിരം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ആ ബാഗും തൂക്കി എറിഞ്ഞ് ബാഗ് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് ഇട്ടിട്ട് ഞാനിതാ കളിക്കാൻ പോകുമെന്ന് പറഞ്ഞ കുട്ടികൾ തല താഴ്ത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. തല ഇങ്ങനെ താഴ്ത്തിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെയല്ല പറയണ്ടേ, എടാ എന്താണ് എന്നത്തെ പോലെ ഒരു ഉഷാറിനകത്തോട്ട് വന്നേ, എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാണെങ്കിൽ സ്നാക്സ് കൊടുത്തിട്ട് പറയാം, വിശേഷങ്ങൾ ചോദിക്കാം. പേപ്പറൊക്കെ പിന്നെ അവർ തന്നെ കാണിച്ചിരും. ഞാൻ തീരെ കാണിച്ചിരുന്നില്ലേ ചോദിക്കാം, എടാ പേപ്പറൊക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞല്ലോ, എന്താ അവസ്ഥ, മാർക്ക് കുറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഏതൊക്കെയോ സബ്ജക്റ്റിൽ പൊട്ടിയില്ലേ, സാരില്ല തോൽവിയൊക്കെ അങ്ങനെ തന്നെ അല്ലേ. എല്ലാവരും ഇപ്പോൾ ജയിച്ചാൽ അങ്ങനെ ഉണ്ടാവും, എല്ലാവരും കളക്ടറായാലും ഇപ്പം എങ്ങനെ, എല്ലാവരും ഡോക്ടറായാലും എങ്ങനെ, ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയാം എന്ന് വിചാരിച്ചാൽ അവരെ എപ്പോഴും തോൽപ്പിക്കാനല്ല. എന്നിട്ട് അവരെ മെല്ലെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ പറയാം, മോനെ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ മോനല്ല നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണി, കുടുംബത്തിൻ്റെ എല്ലാം പ്രതീക്ഷകൾ. ഞങ്ങളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല, മക്കളെങ്കിലും ഇനി നല്ലപോലെ ചെയ്യണ്ടേ, ഇപ്പോൾ പോട്ടെ സാരില്ല. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചോ അങ്ങനെയാണ് നിങ്ങൾ കുട്ടികളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും അടുത്ത എന്താണോ എക്സാം ഉള്ളത് അതിലവർക്ക് വലിയ മാറ്റങ്ങളില്ലെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളോട് പറയുന്നത്, അവരോട് ഹാർഷായിട്ടല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്, അവരോട് എതിർത്തല്ല സംസാരിക്കേണ്ടത്. കാരണം അവർ നിങ്ങളുടെ കൂലിപ്പണിക്കാരല്ല. അവർ നിങ്ങൾ കൊടുത്ത 1000 രൂപ കൊടുത്തിട്ട് രാവിലെ പഠിക്കാൻ വിട്ടത് കൂലിപ്പണിക്കാരായിട്ട് കാണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട് വാർക്കലിന് വന്ന അല്ലെങ്കിൽ വീടിൻ്റെ പണിക്ക് വന്ന കൂലിപ്പണിക്കാരല്ല. അവർ നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ മക്കളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ അയൽവാസിയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരുമിച്ച് 2 ആൾ കൂടി സ്കൂളിൽ പോകുന്ന ഒരാൾക്ക് നല്ല മാർക്ക് ഒരാൾക്ക് മോശം മാർക്കായിരിക്കും എന്ന് വിചാരിച്ചാൽ അത് മോശം പയ്യനല്ല, അല്ലെങ്കിൽ അത് മറ്റവൻ നല്ലവനും ഇവൻ മോശവും അങ്ങനെ നിങ്ങൾ കാണല്ലേ. ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ക്യാരക്ടറുകളും കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളായിട്ട് മാറ്റരുത് എന്ന് പറയാൻ മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കുരുതി കൊടുക്കാതെ അവർക്ക് വീടെന്ന് പറയുന്നത് ഒരു സാന്ത്വനവും, അമ്മ എന്ന് പറയുന്നത് ഒരു സുഹൃത്തും, അച്ഛൻ എന്ന് പറയുന്നത് എക്കാലത്തും അവരുടെ സഹോദരനും ആവുന്ന രൂപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന വിജയം അത് മാർക്കെന്നാവണമെന്നില്ല, ജീവിതത്തിൽ അവർ വിജയിക്കും. നിങ്ങളതിന് തടസ്സം നിൽക്കാതിരുന്നാൽ മതി. താങ്ക് യു.